ഊട്ടിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് ഊട്ടി വർക്കി. അത് ഉണ്ടാക്കുന്നത് ഒരു മലയാളിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക, എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. ഊട്ടിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഊട്ടി വർക്കി എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരു തവണ പോലും വാങ്ങാൻ പറ്റിയില്ല. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പം അത് വാങ്ങണം എന്നുള്ള ആഗ്രഹമായി ഇങ്ങനെ വന്നതാണ്. വന്ന് പെട്ടതാണെങ്കിൽ നമ്മളെ മലയാളിയുടെ കൈകളിൽ കേട്ടോ. അപ്പം ഉണ്ടാക്കുന്ന സ്ഥലത്താണുള്ളത്, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഉണ്ടാക്കുന്ന ആ ഒരു ഷോപ്പ് കേട്ടോ, MRC ബേക്കറി. ഗൂഗിൾ മാപ്പിൽ അടിച്ചങ്ങൾക്ക് കിട്ടും. അവരുണ്ടാക്കുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. ഇതാ നമ്മളെ പാലക്കാടിലെ ഏട്ടാ. ഏട്ടാ നിങ്ങളെ പേരെന്തേനു? പ്രഭാകരൻ. എത്ര വർഷമായി ഇവിടെ? 10-40 വർഷമായി. ഊട്ടി വർക്കി എപ്പോഴും ഇങ്ങനെ കേൾക്കലുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ വാങ്ങാൻ വന്നത്. വാങ്ങാൻ വന്നപ്പോൾ ഒരു മലയാളിയുടെ കൈകളിലും കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. ഊട്ടി വർക്കി ഉണ്ടാക്കുന്ന ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ മാവ് ഇതേപോലെ നല്ലതുപോലെ അടിച്ച് മിക്സ് ചെയ്യും. അതിനുശേഷം ശരിക്കും നല്ല മിക്സ് ചെയ്ത് പരത്തും. വളരെ നൈസാക്കിയിട്ടാണ് പരത്തുക. എന്നിട്ട് ഓരോ ലെയറുകളായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കും. നമ്മളെ പൊറാട്ടയ്ക്ക് പരത്താൻ വേണ്ടി റോളാക്കി വെക്കില്ല, അതേപോലെ തന്നെ ഓരോ ഷീറ്റ് ഈ ഏട്ടൻ ചെയ്യുന്നത് കണ്ടില്ലേ, ഓരോ ഷീറ്റ് എടുത്ത് ഇതേപോലെ ഇങ്ങനെ മടക്കിയാക്കി വെക്കും. ഓരോ ട്രേയിലേക്കാക്കി ഇങ്ങനെ വെക്കുക ചെയ്യുന്നത്. മടക്കി വെച്ച ഓരോ ട്രേകളും ഇതേപോലെ അട്ടിക്ക് വെക്കും. എന്നിട്ട് ഒരുമിച്ചാണ് ചുട്ടെടുക്കുന്നത്. ഈ കാണുന്ന അപ്പക്കൂടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഊട്ടി വർക്ക് തയ്യാറാക്കുന്നത്. ഏകദേശം ഒരു 10-30 ട്രേകളോളം ഒരുമിച്ച് ചുട്ടെടുക്കാൻ പറ്റും. ഇത് ആയി വരാൻ വേണ്ടി മിനിമം 1.25 മണിക്കൂർ സമയമാണ് അവർ പറയുന്നത്. ഇവിടെ വർക്കി മാത്രമാണോ നിങ്ങളുടെ ഡിഷായിട്ട് വരുന്നത്? ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ്, സാൾട്ട് ബിസ്ക്കറ്റ്, സ്വീറ്റ് ബിസ്ക്കറ്റ്, പ്ലം കേക്ക്, ചോക്ലേറ്റ് ഹോം മെയ്ഡ് അല്ലേ? നിങ്ങള് മെയിനായിട്ട് ഫേമസ് ആയിട്ട് വരുന്നത് ഊട്ടി വർക്കില്ലേ? എത്ര 40 വർഷമായില്ലേ അവിടെ? 40 വർഷമായി. അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാടുള്ള രാജേട്ടൻ്റെ ഊട്ടി വർക്കി ഉണ്ടാക്കുന്ന ഷോപ്പ്. അപ്പോൾ നമ്മളെ നാട്ടിലെ പോലൊക്കെ തന്നെ ഇവിടെയും കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മഴ കുറവുണ്ട്. അതിൻ്റെ മുന്നേ വരെ നല്ല മഴയായിരുന്നു. പിന്നെ വയനാട്ടിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ടൊക്കെ നമ്മളെ മലയാളി ടൂറിസ്റ്റുകളൊക്കെ കുറവാണെന്ന് പറഞ്ഞ്. അപ്പോൾ മൂപ്പര് പറഞ്ഞാൽ നമ്മളെ പ്രഭാകരേട്ടൻ പറഞ്ഞത് വെച്ചാൽ ആൾ കുറവുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി, അതല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ വന്നാന്ന് വെച്ചാൽ ഡെയിലി ഉണ്ടാക്കുന്ന ഫ്രഷ് സാധനങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടുത്തെ ഈ ഒരു സാധനം പുറത്ത് ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടൂല. ഇവരിവിടെ ഉണ്ടാക്കുക, അതേപോലെ സെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഇവിടുത്തെ ഒരു മെയിനായിട്ട് എടുത്തു പറയേണ്ട സംഭവം. അതുകൊണ്ട് തന്നെ ഊട്ടി വർക്കി വാങ്ങണം എന്നുള്ളവർ ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ MRC ബേക്കറി എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾ ഇതിൻ്റെ മുന്നിലേക്ക് എത്തിക്കും. പിന്നെ നമ്മളെ വലിയ ഷോപ്പുകളെ പോലെ ഒന്നും പ്രതീക്ഷിച്ച് വരണ്ട. ചെറിയൊരു ഷെഡാണ്, അതിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. 40 വർഷത്തോളമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് നമ്മളെ പ്രഭാകരേട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫ്രഷ് സാധനം വേണമെന്നുള്ളവർ വേറെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങാതെ MRC ബേക്കറിയിൽ നിന്ന് ഗൂഗിൾ മാപ്പിൽ അടിക്കുക, നേരെ ഇങ്ങോട്ടേക്ക് വരിക. ഇവിടെ ഡെയിലി ഉണ്ടാക്കുന്ന സാധനം നിങ്ങൾക്ക് കൊണ്ടുപോകാം, ഫ്രഷ് ആയിട്ട് തന്നെ കൊണ്ടുപോകാം. വിലയും കുറവുണ്ട് കേട്ടോ, മറ്റ് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും റേറ്റ് കുറവുണ്ട്.